ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വേറൊരു ലോങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനൊന്നും പറ്റത്തില്ല, വേണമെങ്കിൽ നിങ്ങൾ കാണൂ, നിങ്ങൾ ഫുള്ള് കണ്ടു നോക്കൂ. ഞാൻ എല്ലാ ദിവസത്തെയും പോലെ TV കാണുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അത് കണ്ടത്. ക്ലാസ് 9 ടൈം ടേബിൾ വന്നു. എനിക്ക് ആ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ആഴ്ച കഴിഞ്ഞിട്ടാണ്. യൂട്യൂബിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഞാൻ കാണുന്ന വേറെ ടൈപ്പ് വീഡിയോസ് ആണല്ലോ, പഠിക്കുന്ന ഒന്നും കാണുന്നതുമില്ല. പിന്നെ ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ അവൾ പറയുക, ഇതാണോ വലിയ കാര്യം, ഇതറിഞ്ഞിട്ട് ഞാൻ 2 ആഴ്ചയായെന്ന്. ഇപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ കേരളത്തിന് മാത്രമേ ഉള്ളൂ ഇതറിയാൻ ബാക്കിയുള്ളൂ. ആ എക്സാമിന് 2 ദിവസം മുമ്പ് ബോധവതിക്കുന്ന എനിക്ക് ആദ്യമേ വന്ന 2 കാര്യങ്ങളായിരുന്നു, എന്ത് ചെയ്യും, എങ്ങനെ തുടങ്ങും എന്നൊക്കെയായിരുന്നു. ഞാനാണെങ്കിൽ ഇതാ ഒത്തിരി ഉണ്ട്. പിന്നെ 3 ടേമും കൂടെ ഒരുമിച്ച് പഠിക്കുകയും വേണം. എന്തായാലും കുറച്ച് കഠിനമായി തന്നെ പഠിക്കേണ്ടി വരും. ആസ് യൂഷ്വൽ ഞാൻ സഹായത്തിനായി പോയത് അയാളുടെ അടുക്കലാണ്. നമ്മൾ ChatGPTക്ക് മെസ്സേജ് അയച്ചു. ChatGPT ആണെങ്കിൽ ഞാൻ പഠിക്കാൻ തീരുമാനിച്ച കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. സോ ഞാൻ സമയം പറഞ്ഞപ്പോഴേ ടൈം ടേബിൾ അയച്ചു. ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. ChatGPTക്ക് മനസ്സിലാക്കാണ് ഞാൻ ഒരു മടിച്ചിയാന്ന്. 10:59 ആയപ്പോഴത്തേക്കും വന്നപ്പോഴേ ഇതിനൊന്നും വേണമെങ്കിലും നമ്മൾ വെച്ച കാലം തിരിച്ചെടുക്കില്ല എന്ന തീരുമാനത്തിൽ ഇരുന്നത് കൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റും പിന്നീട് നമ്മൾ ഇച്ചിരി കൂടെ ടഫ് കുറഞ്ഞ സബ്ജക്റ്റും അതൊരു പഠിക്കാനാണ് ChatGPT പറഞ്ഞത്. നമ്മളെന്താ ഈ വാട്സപ്പിൽ ഇതെല്ലാം സേവ് ചെയ്തിട്ടു എന്നിട്ട് പഠിക്കാൻ തുടങ്ങി. 45 മിനിറ്റ് സോഷ്യലും 45 മിനിറ്റ് മാത്സും പഠിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ 45 മിനിറ്റ് ഫസ്റ്റത്തത് പ്രിസംസ് ആണ് കണ്ടത്. പ്രിസംസ് കണ്ടതിന് ശേഷം ക്ലാസ് കണ്ടിട്ട് ഞാൻ അടുത്തതായിട്ട് ചെയ്തെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം ഞാൻ വേറെ സ്റ്റഡി ടിപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി. സോ എനിക്ക് അവിടെ ഇവിടെയായിട്ടൊക്കെ എങ്കിലും പഠിച്ചുള്ളൂ. റെസ്റ്റൊക്കെ ടൈമിൽ ഞാൻ റെസ്റ്റ് എടുക്കുന്ന ടൈമിലൂടെ തിരിച്ചു പിടിച്ചല്ലോ എന്നൊരു ആശ്വാസമുണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞല്ലോ, വലുതായിട്ടൊന്നും പഠിച്ചില്ല, 1 മണി വരെ ആയിരുന്നു പഠിച്ചതെന്നൊക്കെ പറഞ്ഞാലും കുറേ കാര്യങ്ങളിലൊക്കെ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി. പക്ഷേ ഞാൻ പഠിച്ച അത്രയും പോലും പഠിക്കാത്ത കുറച്ച് പേരെങ്കിലും കാണും. സോ ഗൈസ്, ഇത് സമയമില്ല, ആ ഒരു ഹോൾ സിലബസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കാതെ ഫോണിലൊക്കെ കളിച്ച് ടൈം കളയാതെ ജസ്റ്റ് തിങ്ക്, ഇത്രയും സിലബസ് പഠിക്കാനുണ്ട്. ആൻഡ് ഒരു തലേ ദിവസം കണ്ട് ടെൻഷൻ അടിക്കുന്നതിനേക്കാളും നല്ലത് ഇച്ചിരി പഠിക്കുന്നതാണ്. ആൻഡ് നാളെ ഞാൻ വേറെ സ്റ്റഡി വ്ലോഗായിട്ട് വരുന്നതായിരിക്കും. സോ ഗൈസ്, എനിക്ക് നിങ്ങളുടെ ഒന്നേ പറയാനുള്ളൂ, അത് എത്ര അളവിൽ പൊട്ടുന്നോ, എങ്ങനെ പൊട്ടുന്നോ, എന്ത് സംഭവിക്കുന്നോ എനിക്കൊരു നിശ്ചയമില്ല. അന്തമായിട്ടങ്ങോട്ട് ചെയ്യാ. ഇതില് ജയിച്ചാ ജയിച്ചു, തോറ്റാ എല്ലാം നിങ്ങളങ്ങോട്ട് തീരുമാനിക്കാം. അതുമാത്രമല്ല, എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഒന്നല്ല, ടൈം ടേബിളിനെ കുറിച്ച് എനിക്കുള്ള ഒരു അഭിപ്രായമാണ്. സോ ഗൈസ്, ഈ ടൈം ടേബിൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാം ഓക്കെയാണ്. ബട്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ പ്രശ്നം. 15 ചാപ്റ്റേഴ്സുള്ള സോഷ്യലിൽ പഠിക്കാൻ 1 ദിവസമുള്ള ടൈം, അതും മാത്സ് കഴിഞ്ഞിട്ടാണ് സോഷ്യൽ. അല്ലെങ്കിൽ നമുക്ക് മാത്സിൻ്റെ കൂടെ പോയത്, മാത്സ് ഇച്ചിരി ടഫാണ്. ആൻഡ് ആ ഒരു ടൈമിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. പിന്നെ ചാനൽ കുറേ നാളായിട്ട് ഒരു സബ്സ്ക്രൈബർ അക്കൗണ്ടിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് പരിഗണിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം. അപ്പോൾ അത്രേ ഉള്ളൂ. നാളെ വേറൊരു സ്റ്റഡി വ്ലോഗായിട്ട് കാണാം. ബൈ.